ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻസ്. നമ്മൾ കുറച്ച് ജനറേറ്റിംഗ് സ്റ്റേഷനുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ആ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് എല്ലാം വളരെ റിമോട്ട് ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും പ്ലാന്റ്സ് ഉണ്ടാവുക. അവിടെ നിന്നും പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നമ്മുടെ ഓരോ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്കും എത്തും. അപ്പോൾ ഇത്രയും വലിയൊരു നെറ്റ്വർക്കിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് സബ്സ്റ്റേഷനുകളാണ്. ഇനി ഈ സബ്സ്റ്റേഷനുകളിലാണ് ഒരുപാട് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉണ്ടാകും. ബസ് ബാർ, സ്വിച്ച് ഗിയർ, ട്രാൻസ്ഫോമേഴ്സ്, അങ്ങനെ നിരവധി അപ്പാരറ്റസുകൾ ഉണ്ടാകും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി മെയിനായിട്ട് ഈ സബ്സ്റ്റേഷനുകളുടെ എല്ലാം ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മെജോറിറ്റി സബ്സ്റ്റേഷനുകളും ഇപ്പം ഒരു ഹൈ വോൾട്ടേജ് പവർ റിസീവ് ചെയ്തിട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, റെഡ്യൂസ് ചെയ്ത് ചെറുതാക്കുന്നതാണ് മെജോറിറ്റി സബ്സ്റ്റേഷനുകൾ ചെയ്യുന്ന ഫങ്ഷൻ. പിന്നെ ഇതിലൊരുപാട് ഡിവൈസുകളുണ്ടാവും, സേഫ്റ്റി ഡിവൈസുകളുണ്ടാവും. അതായിരിക്കും ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സപ്ലൈ ലൈനിൽ ഫീഡറിൽ ഫോൾട്ടുകൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്തുള്ള സബ്സ്റ്റേഷനുകളിലെ ഡിവൈസാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടോഴ്സ് വെക്കുന്നതും ഈ സബ്സ്റ്റേഷനിലാണ്. അതാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നത്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് സിങ്ക്രോണസ് കണ്ടൻസേഴ്സ്. അത് നമ്മൾ വെക്കുന്നതും സബ്സ്റ്റേഷനുകളിലാണ്. പിന്നെ ഈ ഓവറോൾ ഓപ്പറേഷൻസൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും സബ്സ്റ്റേഷനുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സബ്സ്റ്റേഷൻസിൻ്റെ മേജർ ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് സേഫ്റ്റി ഡിവൈസുകളും മെഷറിംഗ് ഡിവൈസുകളും സബ്സ്റ്റേഷനിലാണ് ഉണ്ടാവുക. അതുപോലെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് വെക്കുന്നതും സബ്സ്റ്റേഷനിലാണ്. ഇനി സബ്സ്റ്റേഷനുകളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പം എന്താണ് അവിടുത്തെ നടക്കുന്ന സർവീസ് ഫങ്ഷൻ എന്താണെന്ന് ബേസ് ചെയ്ത്, സർവീസ് റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ, സ്വിച്ചിങ് സബ്സ്റ്റേഷൻ ആൻഡ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ. അപ്പോൾ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻസ് ആദ്യത്തെ, അവിടെ മെയിൻ കമ്പോണൻറ്റ് പേര് പോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സാണ്. ട്രാൻസ്ഫോമേഴ്സ് എന്ത് ചെയ്യുന്നത്? ഒരു ഹൈ വോൾട്ടേജിൽ നിന്ന് ഒന്നുകിൽ ലോ വോൾട്ടേജിലേക്ക് ആക്കും, അല്ലെങ്കിൽ ലോന്ന് ഹൈ വോൾട്ടേജിലേക്ക് ആക്കും. ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻസ് 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ. ഈ സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 11 kV ആണ്. ആ 11 kV വോൾട്ടേജിനെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ തന്നെ ഒരു ചെറിയൊരു സബ്സ്റ്റേഷൻ ഉണ്ടാവും. ആ സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ 11 kVയെ ഹൈ വോൾട്ടേജായി 220 kV അല്ലെങ്കിൽ 400 kVയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷനിലെ ആദ്യം വരുന്നത് സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷനാണ്. സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ ഉണ്ടാവുക ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ തന്നെയാണ് ഉണ്ടാവുക. അത് ജനറേറ്റ് ചെയ്യുന്ന 11 kVയെ ഹൈ 220-400 kVയിലേക്ക് ഇൻക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ. ഈ സബ്സ്റ്റേഷൻസ് നമ്മുടെ മേജർ സിറ്റികളിലൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പോൾ 400-220 kV വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന സബ്സ്റ്റേഷനാണ് പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ. അപ്പോൾ ഇത് പ്രൈമറി ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡിങ്ങിലാണ് ഉണ്ടാവുക. പ്രൈമറി ട്രാൻസ്മിഷൻ ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജനറേറ്റിംഗ് സ്റ്റേഷനിലെ സബ്സ്റ്റേഷന് 11 kV 220-400 kV ആക്കുമ്പോഴാണ് പ്രൈമറി ട്രാൻസ്മിഷൻ തുടങ്ങുന്നത്. ആ പ്രൈമറി ട്രാൻസ്മിഷൻ എൻഡ് ചെയ്യുന്നത് ഇതുപോലെ പ്രൈമറി സബ്സ്റ്റേഷനുകളിലാണ്, പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ. അവിടെ വെച്ച് 220-400 kVയെ 66 kV, 33 kV, 110 kV അങ്ങനെ ഏതിലെങ്കിലും റെഡ്യൂസ് ചെയ്യും. ഇനി പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ കഴിഞ്ഞാൽ വരുന്നതാണ് സെക്കൻഡറി സബ്സ്റ്റേഷൻ. ഈ സെക്കൻഡറി സബ്സ്റ്റേഷനിൽ ചെയ്യുന്നത് ഇപ്പം വരുന്ന ഇപ്പോൾ 66-ഓ 110-ഓ 33 kV വോൾട്ടേജിനെ 11 kV ആക്കും. അതാണ് നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടാവുന്ന സബ്സ്റ്റേഷൻ. അതാണ് സെക്കൻഡറി സബ്സ്റ്റേഷൻ. ഇവിടെ വെച്ചിട്ടാണ് 11 kVയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. വലിയ കൺസ്യൂമേഴ്സ്, പിന്നെ ഫാക്ടറി, ബിൽഡിംഗ്, അവർക്കൊക്കെ 11 kV ഡയറക്റ്റ് ആവശ്യമായിരുന്നു. അത് ഇവിടെ സെക്കൻഡറി സബ്സ്റ്റേഷൻ തന്നെ അവർ 11 kV സപ്ലൈ എടുക്കും. പിന്നെ വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. അതാണ് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയും. പക്ഷേ അവിടെ ഒരു സിംഗിൾ ട്രാൻസ്ഫോമർ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ 11 kV 415 വോൾട്ടേജാക്കി റെഡ്യൂസ് ചെയ്യും. 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ടേജ്. ഇനി സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് ഒരു ലൈനും ഫേസും എടുത്താൽ 230 വോൾട്ടേജ് കിട്ടും. ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ്റെ
ഉള്ളിൽ വരുന്ന 4 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ, പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ, സെക്കൻഡറി സബ്സ്റ്റേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. ഇതെല്ലാം ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് 4 വിഭാഗം. സബ്സ്റ്റേഷനിലെ നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്വിച്ചിങ് സബ്സ്റ്റേഷൻ. ഇവിടെ പവർ ട്രാൻസ്ഫോമേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ സബ്സ്റ്റേഷനിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ്, അതിൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജും അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഔട്ടിലേക്കും സബ്സ്റ്റേഷൻ്റെ ഔട്ട്പുട്ടായിട്ടും പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് പേർപ്പസിനാണ്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിഷൻ ലൈൻസ് വരുന്ന സബ്സ്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൽ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ മറ്റു ലൈനിൽ നിന്ന് എടുക്കാം. അങ്ങനെ സ്വിച്ചിങ് പേർപ്പസിന് വേണ്ടിയുള്ള ഐസൊലേറ്റേഴ്സും സ്വിച്ചസും മാത്രമേ ഈ ഒരു സ്വിച്ചിങ് സബ്സ്റ്റേഷനിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് വരുന്നതാണ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ. കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന സപ്ലൈ ഇപ്പം നമുക്ക് കിട്ടുന്നത് AC ആണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ DC-യും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. 765 kV DC ഉണ്ട്. അപ്പം AC-നെ DC ആക്കാനും തിരിച്ച് DC-നെ AC ആക്കാനൊക്കെയാണ് കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻസ് യൂസ് ചെയ്യാം. അതേപോലെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരുത്താൻ ഇപ്പം നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയാണ് കിട്ടുക. ഇനി സപ്പോസ് ചില ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരവിടെ ഫ്രീക്വൻസി ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇത് മൂന്നുമാണ് ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ, സ്വിച്ചിങ് സബ്സ്റ്റേഷൻ, കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻസ് ആണ് സർവീസ് റിക്വയർമെൻറ്റ് അനുസരിച്ച് വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷനാണ് നമ്മൾ വീണ്ടും 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചത്.